മലപ്പുറം താനൂരിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി പ്രാങ്ക് ചെയ്ത യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മദ്രസ വിട്ടുവരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി പ്രാങ്ക് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജംഷീർ പൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ പ്രാങ്ക് ചെയ്തു എന്നാണോ യുവാക്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ജിൽസി, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ മദ്രസ വിട്ടു വരികയായിരുന്ന രണ്ട് കുട്ടികൾ, അതായത് ഈ താനൂർ പരപ്പനങ്ങാടി തീരദേശ റോഡാണ്, അവിടെ ഈ ഫക്കീർ പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. രണ്ട് കുട്ടികളെ, മദ്രസ വിട്ടു വരികയായിരുന്ന രണ്ട് കുട്ടികളെ ബൈക്കിലെത്തിയ രണ്ടു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ള ഒരു പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും പ്രചരിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ പോലീസുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷിക്കുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് ഇതിലൊരു വ്യക്തത വരുന്നത്. അതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടികളുടെ, അതായത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്ന ഈ കുട്ടികളുടെ അയൽവാസികളായ മറ്റു രണ്ട് യുവാക്കൾ പ്രാങ്ക് ചെയ്തതാണെന്ന് കണ്ടെത്തിയത്. ഈ സംഭവം കണ്ടെത്തുന്നതിന് മുൻപ്, അതായത് മണിക്കൂറുകളോളം വലിയ പരിഭ്രാന്തി പ്രദേശത്തുണ്ടായി എന്നുള്ളതാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു, അതിൻ്റെ CCTVകളടക്കം പ്രചരിക്കുന്നു എന്നുള്ള തരത്തിൽ. തുടർന്ന് ഈ കുട്ടികളുടെ കുടുംബം താനൂർ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി നടത്തിയ, വേണ്ട വിധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി നടത്തിയ ഇടപെടലാണ് ഈ യുവാക്കളിലേക്ക് അന്വേഷണം എത്തിയതും യുവാക്കളെ പിടികൂടിയപ്പോഴാണ് അവർ പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ പ്രാങ്ക് ചെയ്യാൻ. ജംഷീർ, അതായത് ഈ പ്രാങ്ക് ആണെന്ന് പറയുമ്പോൾ അത് കുട്ടികളെ കൂടി അറിഞ്ഞുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാങ്ക് ആണോ, അതോ കുട്ടികൾ അറിയാതെ യുവാക്കൾ മാത്രം പ്ലാൻ ചെയ്ത പ്രാങ്ക് ആണോ അത്? കുട്ടികൾ അറിയാതെ ചെയ്ത പ്രാങ്കാണെന്നാണ് യുവാക്കൾ പറയുന്നത്. അതായത് കുട്ടികൾ അറിഞ്ഞിട്ടില്ല. ഈ യുവാക്കൾ ബൈക്കിൽ വരുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നതായിട്ടുള്ള ഒരു രംഗം ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് ഈ കുട്ടികൾ ബഹളം വെക്കുകയും അവരെ ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇതോടെയാണ് വലിയ തരത്തിൽ താനൂരിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം നേടി. ഇത് പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് താനൂർ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ, താനൂർ ശ്രീ ജലീൽ കറുത്തുവിടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തുകയും ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കാനൊക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണോ ഇത് ആസൂത്രണം ചെയ്തത്? അത്തരത്തിലുള്ളൊരു ശ്രമമാണോ എന്നറിയില്ല. കുട്ടികളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താനൂർ തന്നെ ഫക്കീർ പള്ളി സ്വദേശികളായ ബീരാൻകുട്ടിൻ്റെ പുരക്കിൽ യാസീൻ, അതുപോലെ കോർമൻ കടപ്പുറം കാട്ടിലേക്കത്ത് സുൽഫിക്കർ എന്ന രണ്ട് യുവാക്കളെയായിരുന്നു പോലീസ് പിടികൂടിയത്. ഏതായാലും ഈ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്.